ഓക്കെ, നമ്മുടെ ആദ്യം നമ്മുടെ എന്നത്തെ പോലെ ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുക. ഗൂഗിൾ ക്ലാസ് റൂം D4 D2 D2 D3 D3 ഡേ 2. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു ലെസൺ പ്ലാന്റെ ഒരു സിമ്പിൾ മോഡൽ തയ്യാറാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമേജ് ടു വീഡിയോ, ഒരു ഇമേജ് ഉണ്ടാക്കുകയും അതിനെ വീഡിയോയിലോട്ട് ലിപ്സിങ്കും ആണ് ചെയ്യുന്നത്. വീഡിയോ ആക്കുകയും തുടർന്ന് ലിപ്സിങ്ക് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലെസൺ പ്ലാൻ നമുക്കറിയാം, അതിന്റെ പ്രാധാന്യം നമ്മുടെ മെയിൻ ടൂളാണ്. അപ്പോൾ അതിലേക്ക് കടക്കാനായിട്ട് ChatGPT ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ChatGPTയിൽ പുതിയ ഒരു ചാറ്റ് എടുത്ത് വയ്ക്കുക. ആദ്യത്തെ ഘട്ടം അതാണ്. ChatGPT എടുത്ത് വയ്ക്കുക, അതിനകത്തേക്ക് നമ്മുടെ പ്രോംപ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്യുക. ഇതൊരു കോമൺ ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്, ഏത് വിഷയത്തിനും കൊടുക്കാൻ പറ്റും. എന്താണ് ഇത് ഇന്ന് പ്രോംപ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വായിക്കാം. ക്രിയേറ്റ് എ യൂണിക് ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ബേസ്ഡ് ഓൺ ദ അറ്റാച്ച്ഡ് PDF. യൂസ് എ ക്ലിയർ ടീച്ചർ ലൈക്ക് ടോൺ, simple structure and include engaging activities. Make it printable and visually clean. നമുക്കിപ്പോൾ ഒരു ടീച്ചിങ് മാനുവൽ ഓൾറെഡി ഉള്ള ടീച്ചിങ് മാനുവൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ അതനുസരിച്ച് ഒരെണ്ണം തയ്യാറാക്കി തരാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ടീച്ചർ ലൈക്ക് ടോൺ ആയിരിക്കണം, അതിനകത്ത് വേണ്ടത് സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കണം, ഇൻക്ലൂഡ് എൻഗേജിങ് ആക്ടിവിറ്റീസ് ആ ടീച്ചിങ് മാനുവലിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെ നിർദ്ദേശമാണ് ഈ പ്രോംപ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ടീച്ചിങ് മാനുവൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന ഓപ്ഷൻ കൊടുത്ത് ടീച്ചിങ് മാനുവലുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ 3ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ്. ഇതിനെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് ജോലിയാണ് ഉള്ളത്. ഒന്ന് പ്രോംപ്റ്റ് കൊടുക്കണം, രണ്ടാമത് നമ്മുടെ ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യണം. ഈ കാണുന്നതാണ് ടീച്ചിങ് മാനുവൽ. പിന്നെ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഇതാണ് അതിന്റെ ഒറിജിനൽ. ഇതിന്റെ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുക. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ചെയ്യുന്നത്. ഇത് രണ്ടും അപ്ലോഡ് ചെയ്തതിന് ശേഷം സെൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. തുടർന്ന് നമുക്കൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തുടങ്ങുകയാണ്. ആദ്യം ഓവർവ്യൂ, യെല്ലോ ഉണ്ട്, ലെസൺ ഫ്ലോ, വാമപ്പ് ആക്ടിവിറ്റി 10 to 15 മിനിറ്റിന്റെ ആണ്. പിക്ചർ ടോപ്പ്, കളറിംഗ് ആക്ടിവിറ്റി, സ്റ്റോറി ഇൻട്രൊഡക്ഷൻ, സൈലന്റ് റീഡിംഗ്, വൊക്കാബുലറി ബിൽഡിംഗ്, സൗണ്ട് മാച്ചിങ്, അങ്ങനെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്കൊരു ടീച്ചിങ് മാനുവൽ ChatGPT തയ്യാറാക്കി തന്നു. ഓക്കെ, നമുക്ക് ആ ഒറിജിനൽ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കാം. ഒറിജിനലിലും കൂടെ ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് തയ്യാറാക്കി തന്നതെന്ന് നമ്മുടെ ജോലി അതാണ്. ഇത് തയ്യാറാക്കി തന്നത് അതുപോലെ എടുത്തിടുകയല്ല, അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്നും കൂടെ ഒരേ സമയം ഓപ്പൺ ആക്കി വയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഒറിജിനലിൽ എന്തായിരുന്നു? ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്,
വാമപ്പ് ആക്ടിവിറ്റി ഈ രീതിയിലാണ് ഒറിജിനൽ ഉണ്ടായിരുന്നത്. ആക്ടിവിറ്റി 2. ഇനി നമുക്ക് തയ്യാറാക്കി തന്നതോ ഓക്കെ, നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെ നമ്മൾ പല പല ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരുടെയും ഈ ഇതുപോലത്തെ ടീച്ചിങ് മാനുവൽ ഒരെണ്ണം എടുത്തു വയ്ക്കുക, സാമ്പിൾ. അത് എടുത്തു വെച്ചിട്ട് അതിനെ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്രോംപ്റ്റ് കൊടുത്തു നോക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടീച്ചിങ് മാനുവൽ കിട്ടും. ഇതൊരു പൂർണ്ണമായ ടീച്ചിങ് മാനുവൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മൾ പഠിക്കുന്നതാണ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ താഴെ പ്രോംപ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണം റീഡിങ് ആക്ടിവിറ്റി 5 എനിക്ക് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ പ്രോംപ്റ്റിൽ കൊടുക്കുക, എന്താണ് ചേഞ്ചസ് വേണ്ടത്, എന്നിട്ട് റീഡിങ് ആക്ടിവിറ്റി 5 ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് ശരിയാക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം എടുത്ത് കോപ്പി ചെയ്യണം. ഇതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിനെ സേവ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനെ കോപ്പി ചെയ്ത് സമഗ്രയിൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്ത് ചെയ്യാം. ഒരു വഴി, ഒരു മെത്തേഡ് അതാണ്. ഇതിനെ കോപ്പി എടുത്ത് സമഗ്രയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം, ഒരു മെത്തേഡ്. രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്. ഇതിനൊരു വേർഡ് ഫയലാക്കി നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വയ്ക്കാം. അതെങ്ങനെ ചെയ്യാന്നാണ് ഞാൻ പറയാൻ പോണേ. അതിനു വേണ്ടി ഈ പ്ലസ് പുതിയൊരു ടാബ് എടുക്കുക. ടാബിൽ ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചു കൊടുക്കുക. ഡോക്യുമെന്റിന്റെ ഡോക്ക്, DOC, ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം കിട്ടും ഗൂഗിൾ ഡോക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞ് കാണിക്കും. ഇത് നമ്മളെ ജിമെയിലിൽ നമ്മൾ ലോഗിൻ ആണെങ്കിൽ മാത്രമേ ഇതിനകത്ത് കിട്ടൂ, അല്ലെങ്കിൽ ചോദിക്കും, ജിമെയിലിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ വേണമെന്നൊന്നുമില്ല, ഇത് അതിനകത്ത് തന്നെ സംഭവം കിട്ടും. അപ്പോൾ ആ ടീച്ചിങ് മാനുവലിനെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. നമുക്ക് കിട്ടിയ ടീച്ചിങ് മാനുവലിനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ, നമ്മുടെ പേരൊക്കെ അടിച്ച് ചേർക്കാനുള്ള, സ്കൂളിന്റെ പേരൊക്കെ അടിച്ച് ചേർക്കാനുള്ള ചെയ്തോണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ലൈൻ നേരെ ജമ്പ് ചെയ്ത് അവിടെ ഒന്ന് കയറും. ടീച്ചിങ് മാനുവൽ യൂണിറ്റ് 3 ഇൻ ഹാർമണി. ടൈറ്റിൽ ബാറിലൊക്കെ അത് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഫയൽ മെനുവിൽ പോയിട്ട് ഡൗൺലോഡ്. ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണ്. ആദ്യത്തെ 3 ഓപ്ഷനാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരിക. ഡോക്യുമെന്റ്, അത് പിൽക്കാലത്തും എഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഡോക്യുമെന്റ്, ഡോക്ടെക്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കൊടുക്കാം. വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് ഈ ഡോക്ടെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി രണ്ടാമത് PDF ഉണ്ട്. PDF ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് അപ്ലോഡ് ചെയ്യാം. സമഗ്രയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി PDF ആക്കി ഇടാം. അപ്പൊ അതും ഡൗൺലോഡിൽ പോയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ഉബുണ്ടുവിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഉബുണ്ടു ഉപയോഗിക്കുന്നവർക്ക് മൂന്നാമത്തേതായിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കും. അതേതാണ് മൂന്നാമത്തെ ഓപ്ഷൻ? ODT ഫോർമാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉബുണ്ടുവിലൊക്കെ സാധാരണ വരുന്ന ഫോർമാറ്റ് ആണ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ്. എനിക്ക് അതിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞതില്? ഹലോ ടീച്ചേഴ്സ്. ഹലോ, കേക്കാവോ? ഹലോ ഹലോ ഹലോ. ഫോണിൽ ചെയ്യുമ്പോ എങ്ങനെയാ സാർ? ആ ആ ആ ഒരു സെക്കൻഡ്, എന്റെ കറണ്ട് പോയി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം സാർ. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ അവിടെ കറണ്ട് പോയി.
ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. നമുക്ക് ഫോണിൽ ചെയ്യുമ്പോൾ എങ്ങനെയെന്നാണ്. You cannot minimize two workers when you are recording this. ഓക്കെ, നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ അതിനെ കൊണ്ട് കോപ്പി ചെയ്തു. ഫോണിനകത്ത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഈ PDF എവിടെയാണ് കിടക്കണതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് ഇതിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഓക്കെ, അതിൽ നമുക്ക് അടുത്ത മലയാളം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു അടുത്ത മലയാളമാണ് വരുന്നത്. അതെങ്ങനെ ചെയ്യുന്നു നോക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി ലളിതവും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാക്കുന്നതുമായ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. അധ്യാപക ശൈലിയിൽ വ്യക്തമായി എഴുതുക, ക്രമബദ്ധമായ ഘടന പാലിക്കുകയും ചെയ്യുക. കുട്ടികളെ ആകർഷിക്കുന്ന രസകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. പ്രിന്റ് ചെയ്യാനുള്ള അനുയോജ്യമായതും കാഴ്ചയ്ക്ക് വൃത്തിയുള്ളതുമായ രൂപത്തിൽ ഒരുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണേ. പുതിയൊരു ചാറ്റ് എടുത്തിട്ട് അതിനകത്ത് ഈ മലയാളം പേസ്റ്റ് ചെയ്തു. സാറേ സ്ക്രീൻ കാണുന്നില്ലല്ലോ. കാണാൻ സ്ക്രീൻ പറ്റുന്നില്ല. കാണുന്നില്ല. ഓക്കെ, അപ്പൊ റീകണക്ട് ചെയ്തപ്പോൾ പോയതാ. ഞാൻ ചെയ്യാം. ഷെയർ. ഇപ്പൊ ഓക്കെ ആണല്ലോ. ഓക്കെ, ഓക്കെ, കാണാം. അപ്പോ മലയാളത്തിലുള്ളത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. അതേ ഉള്ളൂ. നമ്മളെവിടെ കിടപ്പുണ്ട്, ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി. എന്നിട്ട് മലയാളം കിടക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെയാണ് മലയാളം കിടക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ 2ാം ക്ലാസ്സിന്റെ നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന ഒരു ഇതാണ് എടുക്കുന്നത്, ടീച്ചിങ് മാനുവൽ. അതിനെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡിങ് നടക്കുന്നതേ ഉള്ളൂ. ഫുള്ളായതിനു ശേഷം മാത്രമേ കൊടുക്കാവൂ. ഉണ്ടോ, അത് കറങ്ങിക്കൊണ്ടിരിക്കുക. വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫോണിൽ സെയിം പരിപാടി തന്നെയാണ്. നമ്മൾ ഫോണിൽ ഇപ്പോൾ ചെയ്തില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, Day 1 അതേ പരിപാടി തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടുള്ള രീതി, ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് നിങ്ങൾക്ക് റെഡിയാക്കി വെച്ചത്. ഇനി മലയാളത്തിലുള്ള ടീച്ചിങ് മാനുവലിൽ എങ്ങനെയാ വരുന്നതെന്ന് നോക്കിക്കോളൂ. മാനുവൽ ഇങ്ങനെയൊക്കെയുള്ള കറക്ഷൻസ് ഉണ്ട്. നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർ നേരിട്ട് ടൈപ്പ് ചെയ്യുക. ഇല്ല എങ്കിൽ എന്നെ പോലെയുള്ള മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്കാണെങ്കിൽ മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞൊരു കീബോർഡ് ഉണ്ട്. അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവരാം. അത് നമുക്ക് പറഞ്ഞുതരാം. കഥ വായന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചാറ്റ് GPT മലയാളത്തിൽ പിന്നിലാണ്. അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഇത് തന്നെ നമുക്ക് ജെമിനിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. സെയിം പരിപാടി നമുക്ക് ജെമിനിയിലും ചെയ്യാം. മലയാളം ചെയ്യുന്നവര് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജെമിനി ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ അതും നേരത്തെ പോലെ ഒരെണ്ണം തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനെയും നമുക്ക് കോപ്പി എടുക്കാം. സോറി, ഇനി ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി. നമ്മളെ ഈ തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവല് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്കൊരു ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഹാക്ക് എന്നൊക്കെ പറയാം. അതെന്താണ്, അതും കൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ. തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവൽ നോട്ട്സ് ഞാൻ കുറച്ചധികം തന്നിട്ടുണ്ട്. നിങ്ങളത് നമ്മുടെ ക്ലാസ് നോട്ട് ഇത് ഒന്നുമില്ല, നമ്മുടെ കുറച്ച് ഇതിനെ പ്രോംപ്റ്റ് കൂടുതൽ ആക്യുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഹ്യൂമനൈസ്ഡ് ഉണ്ട്. ഹ്യൂമനൈസ്ഡ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഹ്യൂമനൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് അത് ആ പ്രോംപ്റ്റിന്റെ താഴെയായിട്ട് ഞാൻ കൊടുക്കുക. അപ്പോൾ ഈ തന്നതിനെ കൂടുതൽ മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യൻ തയ്യാറാക്കുന്ന
മെത്തേഡിലേക്ക് എടുക്കാനായിട്ടാണ് ഹ്യൂമനൈസ്ഡ് എന്ന് പറഞ്ഞ സാധനങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഹ്യൂമനൈസ് ചെയ്ത് കിട്ടുക. കുട്ടികളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക ഇതിനകത്ത് കണ്ടേ. മറ്റേതിൽ ഉണ്ടാൻ പോയിക്കോട്ടെ. മറ്റേതിലെന്താ ഉള്ളത്? മറ്റേതിൽ അങ്ങനെയൊന്നുമില്ല, സ്നേഹമൊന്നുമില്ല. ഇതിലിപ്പോ ഇത്തിരി സ്നേഹമൊക്കെ വന്നു. ഓക്കെ, അപ്പൊ ഇത് ഒരു ഹ്യൂമനൈസ്ഡ് ആണ് ഒരെണ്ണം. അതുപോലെ നമ്മുടെ ക്ലാസ്സിനകത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഫ്രണ്ട്ലി വോയിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ടീച്ചർ ലൈക്ക് എന്ന് പറയുമ്പോൾ ടീച്ചർ തയ്യാറാക്കുന്നത് പോലെ. എല്ലാം കൂടെ എടുത്ത് ഉപയോഗിക്കരുത്, വളരെ കുറച്ച് 1 2 ഒക്കെ ഉപയോഗിക്കാവേ. പിന്നെ ടീച്ചിങ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീവേഡ്, ഇതിനെ കീവേഡ് എന്നാണ് പറയണം. കുറച്ച് കീവേഡ് അല്ലെങ്കിൽ ടാഗ്സ്, ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. 20 years എക്സ്പീരിയൻസ്, 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. 1 2 ഉപയോഗിച്ചാൽ എല്ലാം കൂടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഒരു 3 4 ഒക്കെ ഉപയോഗിക്കാം, കൂടുതൽ വേണ്ട. മാറി മാറി പരീക്ഷ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. Day 3 ഹാക്ക് എന്ന് പറഞ്ഞു. Day 3 അല്ലാന്ന് Day 2 ഓക്കെ. റെഡി? ഓക്കെ, അപ്പൊ അതിനെ കിട്ടി. അതിനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒരിക്കലും കാണിച്ചു തരാം. ടീച്ചിങ് മാനുവൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കോപ്പി എടുക്കുന്നു. ഗൂഗിൾ എടുത്ത് അതിനകത്ത് എന്ത് കൊടുക്കും? ഗൂഗിൾ ഡോക്ക്. ഗൂഗിൾ എടുത്ത് ഗൂഗിൾ ഡോക്സ് വന്നു. അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ആയിട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്തലുകളൊക്കെ ഒന്ന് ഇവിടെ വെച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മംഗ്ലീഷ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് മംഗ്ലീഷ് ഒന്ന് അടിക്കുക. കറണ്ട് ഇല്ല, ഞാൻ നേരത്തെ മംഗ്ലീഷ് കീബോർഡ് എന്ന് അടിക്കുന്നു. മംഗ്ലീഷ് കീബോർഡ് വരുന്നു. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്താണ്. നമസ്കാരം എന്നടിച്ചപ്പോൾ നമസ്കാരം വന്നു. ഇതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് ചെയ്യാം. മിക്കവരും ചെയ്യുന്നുണ്ടായിരിക്കും. ഇംഗ്ലീഷ് കീബോർഡ് മിക്ക അധ്യാപകരും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന് ആ ചേഞ്ചസ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സ്പീഡ് ഉള്ളവർക്ക് പെട്ടെന്നൊക്കെ ചെയ്ത് പോവാം. ഇല്ലാത്തവർ ഇങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിനെ സേവ് ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ മാറ്റങ്ങളെല്ലാം വരുത്തിയതിനു ശേഷം സേവ് ചെയ്ത് കമ്പ്യൂട്ടറിലോ ഫോണിലോ ആക്കുക. അപ്പൊ അടുത്ത ടാസ്ക് പറയട്ടെ. ഇത് ക്ലിയർ ആണോ? സാറേ ഒന്നുകൂടെ ആ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ഒന്ന് കാണിച്ചു തരാവോ? ChatGPT-യിലെ ഒന്നും കൂടെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് പറഞ്ഞു. ന്യൂ ചാറ്റ് എടുത്തു. നമുക്ക് 2 എണ്ണമാണല്ലോ ഉള്ളത്. Day 2-നകത്ത് കയറുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇംഗ്ലീഷ് എടുക്കുന്നു, കോപ്പി എടുക്കുന്നു, ChatGPT-യിൽ വരുന്നു, ന്യൂ ചാറ്റ് എടുക്കുന്നു, അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ആഡ് ഫയൽസ് ആൻഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇംഗ്ലീഷ് എവിടെയാണ് കിടക്കുന്നതെന്ന് ഉറപ്പിക്കുക, അതിനകത്ത് പേസ്റ്റ് ചെയ്യുക. നേരത്തെ ഒരെണ്ണമല്ലോ, ഇതിപ്പോൾ വേറൊരെണ്ണം എടുക്കാം. സ്റ്റാൻഡേർഡ് 1-ന്റെ ഹോങ് ടൂട്ട് എന്ന് പറയുന്ന അതൊന്ന് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ കൊടുത്ത ഹ്യൂമനൈസ്ഡ് ഇതിനകത്ത് ഇവിടെ കൊടുക്കാം.
ഹാഷോ ഫ്ലാഷോ കൊടുക്കാം കേട്ടോ. ഉം, ഉം, ഇമേജ് എന്ന് കൊടുത്ത് അതിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ ടീച്ചർ, വളരെ എളുപ്പം. നമ്മളൊരു 15 മിനിറ്റ് പോലും എടുത്തില്ല അതൊന്ന് പറഞ്ഞു തീരാൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഈസി ആയിട്ട് അതിനകത്ത് ടൈമൊക്കെ എടുക്കുകയും ചെയ്യാം. നമ്മൾ എഴുതിയ ടീച്ചിങ് മാനുവൽ ആണോ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, അതോ ഹാൻഡ് ബുക്കിന്റെ ആ ഭാഗങ്ങളാണോ, എങ്ങനെയാണ്? ടീച്ചറെ ഇത് എന്താണ്? നമ്മളൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി, ആ എന്നിട്ട് അത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ടീച്ചിങ് മാനുവൽ അറ്റാച്ച് ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെ ആവാം, അങ്ങനെയാണോ? അങ്ങനെ ആവാം, ആ, അങ്ങനെ ഒരുപാട് അങ്ങനെ സാധ്യത. ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയില്ല എങ്കിൽ, നമ്മളൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയിട്ടില്ല ആ, എങ്കിൽ നമ്മൾ എന്താണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക? ഹാൻഡ് ബുക്ക് ആണോ? ആ, ടീച്ചറെ ഒരു ആ ഒരു ടീച്ചർ ഇപ്പൊ പറഞ്ഞില്ലേ, അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ടീച്ചർ ഇപ്പൊ ഒരു ആ സാമ്പിൾ ആയിട്ട് ഒരെണ്ണം തയ്യാറാക്കി, ടീച്ചർ കൈ കൊണ്ട് ഒരു റെഫറൻസ് ഒരെണ്ണം എഴുതിയെന്ന് വെച്ചോ. ആ നമ്മൾ റഫായിട്ട് ഒരെണ്ണം തയ്യാറാക്കി, നമുക്കത് ആയിട്ട് തോന്നി എഴുതി ഇത് ഇത്തിരി എഴുതി. കട്ടിയാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് സിമ്പിൾ ആക്കി കൊടുക്കാൻ ChatGPT പറയാം. അതെ, അതല്ല അതെ നമ്മൾ എഴുതിയിട്ടില്ല എങ്കിൽ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ 2 കേസും ഞാൻ പറഞ്ഞുതരാം. ടീച്ചർ ആ ശ്രദ്ധയോട് കൂടി കേൾക്കുക. ഇപ്പൊ ടീച്ചർ പറഞ്ഞ ഓക്കെ ആദ്യത്തെ ഓക്കെ കേസിൽ ഒരു റഫായിട്ട് ടീച്ചർ പറഞ്ഞ എഴുതിയിട്ട് ChatGPT എടുത്ത് പറയാണ്, എനിക്കിതിനെ എന്തോന്ന് ചെയ്യണം, എലോബറേറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ട് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞാൽ അതിനെ അത് തയ്യാറാക്കി തരും. ഒരു സാധ്യത ഇത് ഒന്ന്. ഓക്കെ, ഞാനിവിടെ എന്താ ചെയ്തത്, രണ്ടാമതാണ് ഒരാൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടീച്ചിങ് മാനുവൽ. ഓക്കെ, അതിന്ന് അതിന്റെ അന്തസ്സത്ത എടുത്തിട്ട് മറ്റൊരെണ്ണം ഉണ്ടാക്കി തരാനാണ് പറഞ്ഞത്. ഒരാളെ പോലെ മറ്റൊരെണ്ണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ടിന്റെ പഠിച്ചില്ലേ, ഒരു നോട്ടിനെ ആ പോലെ മറ്റൊരു ആ നോട്ട്. ഓക്കെ ഓക്കെ അതേ പരിപാടിയാണ്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് പരിപാടികൾ നടക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളിരുന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, റിസർച്ച് ഫുള്ള് ഇത് ചെയ്തോളും. അപ്പോൾ ഹൈ ക്വാളിറ്റി, നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റിയിൽ തയ്യാറാക്കി എടുക്കാനും നമുക്ക് സാധിക്കും. ക്ലിയർ അല്ലേ? സാറേ, ഹലോ യെസ്, സാർ. പറയൂ. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ വേറൊരാളുടെ മോഡൽ കൊടുക്കുന്നതിന് പകരം ആ, ഇപ്പൊ ടീച്ചർ ചോദിച്ച മാതിരി നമ്മളൊന്നും എഴുതിയിട്ടില്ല ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ TBO HBO കൊടുത്തിട്ട് നമുക്ക് ലെസൺ പ്ലാൻ ഉണ്ടാക്കാലോ. അതാണ് ടീച്ചർ ചോദിച്ചത് തോന്നുന്നു. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ലെസൺ പ്ലാൻ ഉണ്ടാക്കാൻ എന്ത് കൊടുക്കാം എന്നുള്ളത്. TBO HBO കൊടുത്താൽ മതിയാവും അല്ലേ? ഇപ്പോഴേ നമ്മൾ ജസ്റ്റ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് തരണം. ഇതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ അടുത്ത് ഡേ 8 ഒക്കെ ആവുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒക്കെ നമ്മൾ അറിവ് വരും, നമ്മൾ കുറച്ചും കൂടെ ഒക്കെ പറയാൻ അപ്പൊ ടീച്ചിങ് ആ മാനുവൽ. സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കോ ഹാൻഡ് ബുക്കോ ഇതിനകത്ത് കൊടുക്കുവാണെങ്കിൽ ഇത് തയ്യാറാക്കി തരാറുണ്ട്. അതെ അതെ അതെ, അത് നമ്മൾ ഡേ ഉണ്ട്, ഉണ്ട്. 8 നമ്മൾ ഇത് ചെയ്യും. നമ്മുടെ കയ്യില് ഒരു നമ്മളെ ടെക്സ്റ്റ് ഉണ്ടാവും, ഹാൻഡ് ബുക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട്, ഇതൊരു പൂർണ്ണ തരത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ടീച്ചിങ് മാനുവൽ അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ, നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ പിന്നെ ചെറിയ പിന്നെ കണ്ടന്റ്. സാറേ ഇത് ഇപ്പൊ എന്താ പറയാ, സമഗ്രയിൽ കയറ്റുമ്പോ ഇങ്ങനെ ഇപ്പൊ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഉപകാരമൊന്നും ഇല്ലല്ലോ. കാരണം സമഗ്രയില് ഓരോരോ സെക്ഷൻ ആയിട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, അതുപോലെ കയറ്റണ്ടേ. നമ്മളിപ്പോ ഒന്ന് മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ HBയിലെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വേറെ അല്ലേ, ഇവര് അപ്പൊ ChatGPT ഉണ്ടാക്കി തരുന്ന ഒബ്ജക്റ്റീവ്സ് വേറെ അല്ലേ? ടീച്ചറെ ഞാൻ പറയട്ടെ, അതിന് എനിക്ക് പറയാനുള്ളത്, നമ്മള് ഫൈനൽ ടീച്ചിങ് മാനുവൽ അല്ല ഇപ്പൊ ചെയ്തത്, അതൊരു തുടക്കം മാത്രം. നമ്മൾ 1ാം ക്ലാസ്സിലാണ് ആ നിൽക്കുന്നത്. ആ ഓക്കെ. ഓക്കെ, ഇപ്പൊ ഒരെണ്ണത്തിനെ പോലെ മാതൃകയായിട്ടാണ് ചെയ്യുന്നത്. ഫൈനൽ ടീച്ചിങ് മാനുവൽ ഇപ്പൊ പക്കയായിട്ട് എനിക്ക് എന്ത് വേണം അതുപോലെ തന്നെ തയ്യാറാക്കി തരേണ്ടി വരും. ഓക്കെ, ഞാൻ എന്റെ LOS ഓക്കെ ഇത്രയാണ്, എനിക്ക് LOS ഇത്രയും ക്ലിയർ ആയിട്ട് വരണം, ആക്ടിവിറ്റി ഇത്രയും ആക്ടിവിറ്റി ഉൾപ്പെടുത്തണം, ആക്ടിവിറ്റി കുട്ടികൾ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും. അങ്ങനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ സമയം നോക്കും. ഇത് ഇപ്പോഴേ 2ാമത്തെ ക്ലാസ്സിലെ നമ്മൾ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുഴയും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് വിജയം എന്ന് നമുക്ക് പറയാം. ഇത്രയും ഒന്ന് ചെയ്യുക.
ഇനി നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മലയാളത്തിലും ഇംഗ്ലീഷിലും 2 ടീച്ചിങ് മാനുവലിന്റെ ഒരു ചെറിയ രൂപം തയ്യാറാക്കി നമ്മൾ ഹാപ്പിയായി. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ എ ഐ. നമ്മുടെയൊക്കെ ഈ വാട്സപ്പിലുള്ള മെറ്റ എന്ന് പറയുന്ന ആ ഒരു സാധനം തന്നെയാണ് ഇത്. മെറ്റ എ ഐ എന്ന് പറയുന്നത് ഇവരുടെ വാട്സപ്പിന്റെ തന്നെയാണ്, ഫേസ്ബുക്കിന്റെ തന്നെയാണ്, അവരുടെ ഒരു പ്രോഡക്റ്റ് ആണ്, അവരുടെ എ ഐ പ്രോഡക്റ്റ്. ഇത് എടുക്കുന്നത് ഇവിടെ ലിങ്ക് തന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് മെറ്റ എ ഐ എടുക്കാം. ഇന്ന് ക്ലാസ് നോക്കാം, പിന്നെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. മറ്റേ ഗൂഗിൾ എടുക്കുന്നു. അതിനകത്ത് മെറ്റ എ ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. മെറ്റ. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഈ മെറ്റ എ ഐ പരിചയപ്പെട്ടിട്ട് അതിനകത്ത് ഇമേജുകൾ ജനറേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ വീഡിയോ ആക്കി മാറ്റും. ഇമേജിനെ വീഡിയോ ആക്കുക എന്നുള്ള ഒരു രസകരമായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി മെറ്റ എ ഐ ഓപ്പൺ ആക്കുമ്പോൾ മെറ്റ എ ഐ നമ്മൾ എന്താ കാണുന്നേ? നമ്മൾ സാധാരണ ChatGPT കാണുന്ന പോലെ ഈ സൈഡിൽ ന്യൂ ചാറ്റ് ഉണ്ട്, താഴെ ഞാൻ ചെയ്ത ഓരോ വർക്കുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തതൊക്കെയാണ് കാണുന്നത്. എല്ലാം സെയിം. ഒട്ടുമിക്ക എ ഐ സോഫ്റ്റ്വെയറിലും ഒരേ പ്രൊസീജിയറാണ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏതിലും ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാനും അനിമേഷനും വേണ്ടിയിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ മെറ്റ എ ഐ ഓപ്പൺ ആണ്. നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ആണ്. ക്ലാസ് റൂമിനോട് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഡേ 1 ഒരു സ്റ്റോറി പഠിച്ചല്ലോ, ഒരു മോറൽ സ്റ്റോറി ഉണ്ടാക്കി തരാൻ. അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. കോപ്പി എടുക്കും. ക്രിയേറ്റ് മീ എ മോറൽ സ്റ്റോറി റാബിറ്റ് ആൻഡ് ടൈഗർ. അതേ സെയിം സ്റ്റോറിയാണ്. സെയിം സ്റ്റോറി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് സ്റ്റോറി ഉണ്ടാക്കി തരാൻ വേണ്ടി ആരോടാണ് ഇത്തവണ പറഞ്ഞത്? മെറ്റ എ ഐ. മെറ്റ എ ഐ സ്റ്റോറി ഉണ്ടാക്കി സ്റ്റോറി ഉണ്ടാക്കി കഴിഞ്ഞു. സ്റ്റോറി ആയി. ഈ സ്റ്റോറിയിൽ നമുക്ക് കാര്യമൊന്നുമില്ല, ഇത് വെറുതെ മെറ്റ എ ഐക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നരേറ്ററിനെ ക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കിയ വെറും സ്റ്റോറി മാത്രമാണ്. ഇതൊരു നരേറ്ററിനെ തയ്യാറാക്കിയിട്ട് ആ നരേറ്ററിനെ കൊണ്ട് സ്റ്റോറി പറയിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്തു? ബ്രേവ് റാബിറ്റ് ആൻഡ് ദ ജെന്റിൽ ടൈഗർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി ജനറേറ്റ് ആയി. ഇവിടെ കാണാമോ? ഇനി രണ്ടാമത്തെ ഇതെടുക്കുക, ക്രിയേറ്റ് എ നരേറ്റർ. അതിന്റെ പ്രോംപ്റ്റ് എന്താണ് പറയുന്നത്? ക്രിയേറ്റ് മീ എ ക്രോ കാർട്ടൂൺ ക്യാരക്ടർ ഫോർ നരേഷൻ. മെറ്റ എ ഐയിൽ വരുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് നമ്മളെ കാർട്ടൂൺ ക്യാരക്ടറൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും, വളരെ ഈസി ആയിരിക്കും, മനസ്സിലാക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലേ? നമ്മൾ പ്രൊജക്ടറോ മറ്റേത് ശരിയായില്ല കേട്ടോ. ഈ റാബിറ്റ് ആൻഡ് ടൈഗർ ഞാൻ ചെയ്തു വെച്ചിരുന്നപ്പം ഇമേജിന് പകരം ഇങ്ങനെയാണ് വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ക്രിയേറ്റ് മീ എന്ന് പറയുന്ന ഈ പ്രോംപ്റ്റിൽ ഒരല്പം മാറ്റം പറ്റുമോ? ഇമേജ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. ഇനി ഇമേജ് കിട്ടുമെന്ന് നോക്കണം. കഴിഞ്ഞ 2 തവണയും ഈ പ്രോംപ്റ്റാണ് ഉപയോഗിച്ചത്, പക്ഷെ ഇത്തവണ 3ാമത്തെ പ്രാവശ്യം ആയപ്പം വർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ അതിനകത്ത് പ്രോംപ്റ്റിൽ ചേഞ്ച് വരും. ഇനി നോക്കാം. Oops, I can't generate that image right now, but I can still help imagine the whole narration. ന്യൂ ചാറ്റ് എടുത്തിട്ട് നോക്കുകയാണെ. അതിനകത്ത് ഞാൻ സെയിം പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം. Create me a crow cartoon character for narration.
I tried creating the show cartoon character, but ഒരു രക്ഷയില്ല. നമ്മൾ മറ്റേ എന്ത് ചെയ്യും, ഒരെണ്ണത്തിൽ നടന്നില്ലെങ്കിൽ നമ്മൾ കളയും, അടുത്തതിൽ പിടിക്കും, ചാറ്റ് GPT വരും, ന്യൂ ചാറ്റ് എടുക്കും. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്തു. ഇമേജ് ഓ ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമായിരിക്കുമെന്ന് തോന്നുന്നു മറ്റേ ഇഷ്യൂ. ക്രിയേറ്റിംഗ് ഇമേജ്. നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും മെറ്റ കൂടിയേ പറ്റും. കാരണം മെറ്റയിലാണ് ഫ്രീ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. നോക്കാം. ഇതിപ്പോ നമ്മളിപ്പോ അതിൽ ഫെയിൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു ചാറ്റ് GPT കൊണ്ട് ചെയ്യിക്കുകയാണേ. മെറ്റയിൽ നമ്മുടെ ക്രോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്രോയെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് ആസ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ഫോൾഡറിൽ സേവ് ചെയ്യും. രസമുള്ള ഒരു കാക്കയെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി കൊണ്ട് നരേഷൻ കൂടെ ഒന്ന് തയ്യാറാക്കി. നമ്മള് സ്റ്റോറി എവിടെയാണോ തയ്യാറാക്കി വെച്ചിരുന്നത്, സ്റ്റോറി ആ സ്റ്റോറിയുടെ ഒരു നരേഷൻ തയ്യാറാക്കി തരാൻ പറയാം. അതെങ്കിലും ചെയ്തു തരുമോ നോക്കട്ടെ. ആ സ്റ്റോറി ഇത്രയും പിക്ക് ചെയ്യണേ. സ്റ്റോറി ഇത്രയും അങ്ങ് പിക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. നമ്മുടെ പ്രോംപ്റ്റ് ഏരിയയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഇനി അതിന്റെ മുമ്പിലായിട്ട് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കണം. ക്രിയേറ്റ് മീ വെരി ഷോർട്ട് ചൈൽഡ് ഫ്രണ്ട്ലി നരേഷൻ ഓഫ് എ റാബിറ്റ് ആൻഡ് ടൈഗർ. ഈ പ്രോംപ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. കോപ്പി എടുത്തിട്ട് മറ്റേ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ വന്ന് കിടക്കാം. ഈ സ്റ്റോറിയാണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യിച്ചില്ലേ മറ്റേ കൊണ്ട്. ആ സ്റ്റോറി ഇത് അടയ്ക്കാം. അതിന്റെ മുമ്പിലായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഇരിക്കില്ലേ, ക്യാൻസൽ ചെയ്യാം. ഫ്രഷ് ആയിട്ട് സ്റ്റോറി റാബിറ്റിന്റെ സ്റ്റോറി ഇത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ക്ലാസ്സിന് പറഞ്ഞു കൊടുത്തതാണ്. അതൊരു കറക്റ്റ് ആയിട്ട് പോകും. ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടണമായിരുന്നു. നമുക്ക് ഭാഗ്യമില്ല. നോക്കാം. ഒരിക്കൽ കൂടെ കൊടുത്തോ. കൺട്രോൾ ക്രിയേറ്റ് എ വെരി ഷോർട്ട് ചൈൽഡ് ഫ്രണ്ട്ലി നരേഷൻ ഓഫ് റാബിറ്റ്. നരേഷൻ തയ്യാറാക്കി തരാൻ പറയുകയാണേ. ഇപ്പൊ അത് നരേഷൻ തയ്യാറാക്കി തരും. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്രോ. ഈ സ്റ്റോറിയെ കുറിച്ച് ഈ ക്രോയാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയി, അവർ ശ്രദ്ധിച്ചിരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഇതെങ്ങനെയാണ് ഈ ലിപ്സിങ്ക് ചെയ്യിക്കുക എന്ന് വെച്ചാൽ പിക്സ് വേഴ്സ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് 3 എണ്ണവും ചെയ്യാൻ പറ്റുന്നതാണ്. പിക്സ് വേഴ്സിൽ നമുക്ക് ചെയ്യാം. അതിനെ നമ്മൾ കോപ്പി എടുത്തിട്ട് നമ്മളെ ബ്രൗസറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. പിക്സ് വേഴ്സ് എന്നാണ് ആ സൈറ്റിന്റെ പേര്. പിക്സ് വേഴ്സ് എടുക്കുക, ലോഗിൻ ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ ഇനിയുള്ള എല്ലാ AI ടൂളുകളും ഉപയോഗിക്കും. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ, ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇവർ ക്രെഡിറ്റ് തരും. ഓരോ ദിവസം ഇത്ര 100, 50, 200, 1000, 10,000 ഓരോ ക്രെഡിറ്റ് തരും. ക്രെഡിറ്റ് എന്തിനാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സൈറ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മളെ ശീലമാക്കുക. നമ്മളെ ശീലമാക്കിയിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുകയാണല്ലോ, നമ്മളപ്പോൾ പൈസ ഒന്നും മുടക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇമെയിൽ ID കൾ വെച്ചിട്ട് ചെയ്യും. ഒരു ഇമെയിൽ ID യുടെ ക്രെഡിറ്റ് തീരുമ്പോൾ
മറ്റേ ഇമെയിൽ ഐ ഡി, വേറൊരു ഇമെയിൽ ഐ ഡി ഓപ്പൺ ആക്കി അതിനകത്ത് ചെയ്യും. അതിന്റെ ക്രെഡിറ്റ് തീരുമ്പോൾ അടുത്ത വരും. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. സാറേ ഇതൊക്കെ മൊബൈലിൽ അവൈലബിൾ അല്ലേ? ആണ് മൊബൈലിൽ ചെയ്യാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ പിക്സ്വേഴ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ മൊബൈലിലെ ബ്രൗസറിനകത്തും pixverse.ai എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഈ സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണുന്നതാണ് പിക്സ്വേഴ്സ്. ഇതിനകത്ത് സ്പീച്ച് എന്ന് പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് ഈ സ്പീച്ച് എന്ന് പറഞ്ഞ എനേബിൾ ചെയ്യുക. നമ്മളെ വീഡിയോ ആണ് ഇവിടെ ചോദിക്കുന്നത്. വീഡിയോ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച എന്താണ്, ഫോട്ടോ മാത്രമാണോ, അതിനെ വീഡിയോ ആക്കാം. അപ്പൊ അതിനെ ഇനി വീഡിയോ കൂടെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ വീഡിയോ ആക്കാനായിട്ട് മെറ്റയിൽ തന്നെ ന്യൂ ചാറ്റ് കൊടുത്ത് നമ്മുടെ നറേറ്റ് ചെയ്യാൻ പറഞ്ഞ പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കട്ടെ. മെറ്റയിൽ തന്നെ ഒന്ന് ചെയ്യാനാണ് നമ്മൾ പഠിച്ച ടൂളിൽ ചെയ്യുന്നതാണ്. വെളിയിലോട്ട് പോകണ്ട. ക്രിയേറ്റ് മീ എ പ്രോ കാർട്ടൂൺ ക്യാരക്ടർ ഫോർ നറേഷൻ എന്ന് പറഞ്ഞ പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. യെസ്, സക്സസ്. അപ്പൊ ഞാൻ നേരത്തെ ക്രോഡ് ചെയ്തത് ഇതിനകത്താണ്. നമ്മൾ ChatGPT ചെയ്തൊക്കെ വിഴുങ്ങുകയാണേ, അതിനെ കളയാം, അത് വേണ്ട, ഇത് മതി. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് എടുക്കാം. ഒന്നാമത്തെ, രണ്ടാമത്തെ, നാലാമത്തെ എടുക്കാം. എങ്ങനെ അനിമേറ്റ് ചെയ്യുക? അനിമേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ ഈ കാണുന്ന ക്യാരക്ടറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അനിമേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അനിമേറ്റ്. ഇപ്പൊ നമ്മുടെ കാക്കക്കുട്ടൻ റെഡിയായി. അവനിനി സംസാരിപ്പിച്ചാൽ നമ്മുടെ ജോലി തീർന്നു. കാക്കക്കുട്ടൻ വരൂ. ഒമ്പത് മിനിറ്റ് എന്റെ പണം. സാറേ ഇതിന്റെ ഒക്കെ റിക്കാർഡിക്കൽ വീഡിയോ ഉണ്ടാവൂലേ? റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ ലാപ്ടോപ്പിൽ 9 മിനിറ്റേ ഉള്ളൂ പാസ്. ഇതിനെ നമ്മൾ സേവ് ചെയ്യണേ. സേവ് എങ്ങനെയാ സേവ് ചെയ്യുക? അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കറുത്ത വിൻഡോ വരും. എന്നിട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഡൗൺലോഡായി. നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിൽ വരും. എന്നിട്ട് അതിനെ ഞാൻ നേരത്തെ എടുത്ത ആ സൈറ്റിനകത്ത് വന്നിട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഇതുണ്ടോ, ഈ ക്ലിക്ക് ഡ്രാഗ് പേസ്റ്റ് എന്ന് പറയണം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ സേവ് ചെയ്യും. പ്രോ ഇന്നത്തെ ഇതുവരെ കറണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ്. അനിമേറ്റ് എന്ന് പറയുന്ന ഈ വീഡിയോ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ഇവിടെ അനിമേറ്റ് എന്ന് പറഞ്ഞ ഈ വീഡിയോ വന്നു. കൺഫേം കൊടുക്കുന്നു. എന്നിട്ട് ഈ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മളെ നരേറ്റ് ചെയ്ത് തന്നില്ലേ, മെറ്റ നരേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നേരത്തെ. നരേഷൻ എന്ന് പറഞ്ഞു ഇതിനകത്ത് നരേറ്റ് ചെയ്ത് തന്ന സ്റ്റോറി കിടപ്പുണ്ട്. ഇതാണ് പ്രോ. ഇതിന് ആദ്യത്തെ ഒരു ലൈൻ മാത്രമേ ഞാൻ എടുക്കണുള്ളേ. ഫുള്ളും ഉള്ള ക്രെഡിറ്റ് നമുക്കില്ല. നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ 30 ഉള്ളത്. 30 മുകളിൽ കാണാമല്ലോ, 30. എനിക്ക് 30 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് പേസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 30. അപ്പൊ ഇത്രയും ശബ്ദം എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഇന്നത്തെ ക്രെഡിറ്റ് അങ്ങ് തീരും. നോക്കാം
എങ്ങനെ ജനറേറ്റ് ചെയ്ത് കിട്ടും? ഓക്കെ, ഞാൻ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള പേര് ചാർജ് ഇപ്പം തീരില്ല കേട്ടോ ടീച്ചേഴ്സ്. എൻ്റെ ലാപ്ടോപ്പിൽ നമുക്കിവിടെ കറണ്ട് ഇല്ല. 6 മിനിറ്റാണ് റിമൈനിങ് ചെയ്യുന്നത്. നമുക്ക് 6 മിനിറ്റിൽ വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ റെക്കോർഡിങ് എത്രയും പെട്ടെന്ന് ഇടാം. ഓക്കെ, ഇതിപ്പോ Craw craw. Hi friends, ഇതിപ്പോ it's നമ്മളെ me. പണി കഴിഞ്ഞു. ഉണ്ടാവും ഇത്ര ആവും. Craw craw. Hi friends, it's me Crow. Craw craw. Hi friends, it's me Crow. Craw craw. Hi friends, it's me Crow. Craw craw. Okay. Hi friends. ഇതാണ് സംഭവം. ഒന്ന് ഒരിക്കൽ കൂടെ ഈ സ്റ്റെപ്പ് അത്രയൊന്ന് പറയാം. മെറ്റയിൽ ചെയ്തത് എങ്ങനെയാണ്? രണ്ടാമത്തേത് നമ്മൾ ചെയ്ത മെറ്റ എന്ന് പറയുന്ന സൈറ്റാണ്. മെറ്റ നമ്മൾ എടുത്തു, ഓപ്പൺ ആക്കി വെച്ചു. അതിനകത്ത് ക്രിയേറ്റ് മീ മോറൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു മോറൽ സ്റ്റോറി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഡേ 1 ചെയ്ത സ്റ്റോറി വന്നു. പിന്നെ ക്രിയേറ്റ് മീ പ്രോ കാർട്ടൂൺ ക്യാരക്ടർ എന്ന് പറഞ്ഞു. നമുക്കൊരു പ്രോ കാർട്ടൂൺ ക്യാരക്ടർ ചെയ്തു തന്നു. മൂന്നാമതായിട്ട് ക്രിയേറ്റ് വെരി ഷോർട്ട് ആൻഡ് നരേഷൻ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. അതും തയ്യാറാക്കി തന്നു. ഇനി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പിക്സ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പോയി. അവിടെ പോയി ചെന്ന് അതിനകത്ത് It's me Crow. Craw craw. Hi friends, it's me Crow. അതിനകത്താണ് ചെയ്തത്. Craw. പിക്സ്വേഴ്സ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് കയറി ഇവിടെ സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചു. അതിനകത്ത് ഇവിടെ കാക്കയെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ പേസ്റ്റ് ആണ് ചെയ്തത്. ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ഓട്ടോ എന്ന് പറയുന്ന സാധനമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓട്ടോ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്, ആര് സംസാരിക്കുന്നു. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കണമെങ്കിൽ ഏതൻ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഈ മുതിർന്ന ആളുകളുടെ ശബ്ദം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇതിൽ ഒരുപാട് ശബ്ദമുണ്ട്. അപ്പൊ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വന്ന് ഇവിടെ ഓക്കെ ആവും. ഇപ്പം 30 ക്രെഡിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ വളരെ കുറച്ച് സെന്റൻസ് കൊടുക്കുക. അവിടുത്തെ ക്രെഡിറ്റ് നോക്കി വേണം കൊടുക്കാൻ. ഒരു ഇമെയിൽ തീരുമ്പോൾ അടുത്ത ഇമെയിൽ ഓപ്പൺ ആക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിടാം. ഓക്കെ, ബൈ ടീച്ചേഴ്സ്. സർ ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടാവോ? ലാസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ഏതാ? ഡേ 1 ഡേ 2? ഡേ 1, ഇതിപ്പോ ഡേ 2 അല്ലേ? ഇടാം. ആ.